സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. എന്തായാലും പക്ഷേ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ ഭാഗ്യമായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് പഠിക്കാനായിട്ടൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വാഗപ്പൂൺ. അപ്പോൾ ഇന്ന് ഞാൻ മൂന്നാറിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ വട്ടവടയിൽ ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഗോപ്രോയുടെ ചാർജ് ആയിരുന്നു, അഡീഷണലായിട്ട് കരുതിയിരുന്ന ബാറ്ററി ചതിച്ചു. നേരെ മൂന്നാർ വിട്ടു. മൂന്നാർ ടൗണിൽ സ്റ്റേ ചെയ്തു. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഫ്രഷായിട്ട് നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ലക്ഷ്മി എസ്റ്റേറ്റ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തേയില പ്ലാന്റേഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇനി പോകുന്നത്. അപ്പോൾ ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ തുടക്കം. മൂന്നാർ ടൗണിന് അടുത്താണ് കേട്ടോ. എല്ലാം അടുത്തടുത്താണ്, ഇവിടുത്തെ സ്പോട്ടുകളെല്ലാം അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോഴത്തെ ടൈമിലെന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. അധികം കോടയും മഞ്ഞൊന്നും ഇല്ലാത്ത ടൈമാണ്. അതുപോലെ പൂക്കളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പൂത്ത് നിൽപ്പുണ്ടല്ലോ, വെറൈറ്റി പൂക്കൾ. അപ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി നല്ല കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പോയാൽ നമുക്ക് മാങ്കുളം, എനിക്ക് തോന്നുന്നു ആനക്കുളം, മാങ്കുളത്തിനടുത്താണെന്ന് തോന്നുന്നു. മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു ഈ ആനക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ ആനകൾ വെള്ളം കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. ഇവിടെ ഒരു അരുവിയുണ്ട്. അവിടെ വന്നിട്ട് ആനകളും അതുപോലെയുള്ള ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഓപ്പോസിറ്റായിട്ട് കാടാണ്. അപ്പോൾ ഞാൻ 2 വട്ടം അവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ആനയെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അത് പല ടൈമിലാണ് വരുന്നത്. മിക്കപ്പോഴും ലേറ്റ് നൈറ്റിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. എന്ന് വെച്ചാൽ തേയിലത്തോട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ദൂരത്തു നിന്ന് കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പറ്റുമെങ്കിൽ ഒരു ടീ ഫാക്ടറി കൊണ്ട് എനിക്കൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും നോക്കാം, മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ഒന്ന് ലക്ഷ്മി എസ്റ്റേറ്റിൽ പോകുന്ന വഴിക്ക് ഒരു സ്കൂളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപാട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ഈ പശുക്കളൊക്കെ മേഞ്ഞ് കിടക്കുന്ന നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതുണ്ടല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളുണ്ടെന്ന്, അതാണ് ആ സ്കൂള്. അപ്പോൾ ഇവിടെ കുറേ പശുക്കൾ മേയിച്ച് കിടപ്പുണ്ട്, പുല്ലൊക്കെ കഴിച്ച് കിടപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു ഫ്രെയിമാണ്. എന്തായാലും പക്ഷേ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ ഭാഗ്യമായിരിക്കും അല്ലേ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് പഠിക്കാനായിട്ടൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ. ഇതാണ് ആ സ്കൂള്, ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി എസ്റ്റേറ്റ് മൂന്നാർ. നല്ല വ്യൂ അല്ലേ, ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഒരു അടിപൊളി സ്കൂള്. എന്തായാലും കൊള്ളാം. 2 സൈഡും കണ്ടില്ലേ പുൽമേടുകളാണേ, രക്ഷയില്ല. നമ്മൾ ഒരു മഴ ടൈമിലൊക്കെ ആണെങ്കിൽ വേറൊരു വൈബായിരിക്കും ഇവിടെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉണങ്ങി കരിഞ്ഞിരിക്കുന്നൊരു അവസ്ഥയാണ്. ഇവിടെ സൈഡിൽ കണ്ടില്ലേ ഒരുപാട് പൂക്കളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് മാങ്കുളത്തേക്കാണ്. മാങ്കുളം പോയിട്ട് ഇവിടെ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. മാങ്കുളം പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടമുണ്ട്. മാങ്കുളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആനക്കുളം തന്നെയാണ്, ആനകൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്പോട്ട്. ഓക്കെ, എന്തായാലും അവിടെ പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് നേരെ ഗ്യാപ്പ് റോഡ് വിടാം. ഈ ഒരു ഫ്രെയിം അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ഞാൻ കുടിക്കൊണ്ടെന്ന് വെള്ളമൊക്കെ ഇരിപ്പുണ്ടേ. അത് ചുറ്റും തേയിലത്തോട്ടമാണേ. അത് ചെയ്തു വെച്ചേക്കുന്ന ഒരു ഡിസൈൻ അടിപൊളിയാണല്ലേ. എല്ലാം വെട്ടി സെറ്റപ്പാക്കി അടിപൊളി, രക്ഷയില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അണ്ണാക്ക ടീ ഫാക്ടറി എവിടെ ഇരിക്ക്? ഇവിടെ ഇല്ല. മാട്ടുപ്പെട്ടി നമുക്ക് നല്ല ടീ ഒക്കെ അവിടെ കിട്ടുള്ളൂ. മൂന്നാറിലെവിടെ? അപ്പം ഞാൻ മൂന്നാറിൽ എവിടെ നല്ല ടീ കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ മൂന്നാർ ടൗണിൽ പോസ്റ്റ് ഓഫീസിനടുത്ത് എല്ലാ ബ്രാൻഡിൻ്റെയും തേയില കിട്ടുന്നൊരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നല്ല വിലക്കുറവിലൂടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. നമ്മൾ ഇത്രയും നേരം കണ്ടുവന്നതല്ല, നല്ല കിടുക്കാച്ചി വ്യൂ ആയിരിക്കും. അത് കണ്ടില്ലേ, എൻ്റെ മോനെ രക്ഷയില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. വണ്ടി അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ
ഞാൻ അങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ കുറച്ച് പേരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ട് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം തോന്നില്ല, അല്ല ആനപ്പെട്ടോ കിടപ്പുണ്ട്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ, ചുറ്റും മല, ഫുള്ള് തേയിലത്തോട്ടം, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കിയേ, ഫുള്ള് തേയിലത്തോട്ടം, നല്ല ഒരേ നിരപ്പിനെ വെട്ടി ലെവലാക്കി വെച്ചിരിക്കുന്നു. അടിപൊളി. അവിടുത്തെ ഫോട്ടോഗ്രാഫിയും വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാങ്കുളത്തേക്ക് വിടുകയാണ്. എന്തായാലും അവിടെ പോയിട്ട് ആനയെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിർത്തുന്നില്ല, എന്തായാലും തിരിച്ച് ഇതുവഴിയാണ് ഞാൻ വരാനുള്ളത്. വന്നിട്ട് നേരെ ഗ്യാപ്പ് റോഡ് പോകണം. അപ്പോൾ ടൈം വെറുതെ കളയണ്ട, ഇപ്പം തന്നെ 12:45 അങ്ങനെ നേരെ മാങ്കുളം വിട്ട് അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് ഇതുവഴി തന്നെ വരും. വന്നിട്ട് ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ആനക്കുളം എന്ന് പറയുന്നത്. ഇവിടെയാണ് ആനകളും അതുപോലെ കാട്ടുപോത്തൊക്കെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാണ് കണ്ടപ്പോഴത്തേക്കും. ഇനി വേനൽക്കാലമല്ലേ വരാൻ പോകുന്നത്. ഇവിടുത്തെ ചുറ്റുമുള്ള പുൽമൈതാനങ്ങളെല്ലാം പുല്ലെല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. നല്ല മഴ ടൈമിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ എല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വരുന്ന സമയമെന്ന് വെച്ചാൽ ഇനി വേനൽക്കാലങ്ങളിലായിരിക്കും. കാരണം ഉൾക്കാട്ടിലൊക്കെ വെള്ളമൊക്കെ കുറയാൻ നേരത്ത് അവർ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം വന്നിട്ടും ഈ ആനകളെ കാണാനൊന്നും പറ്റിയിട്ടില്ല. അത് പല ടൈമിലാണ് ഈ ആനകളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. ചിലപ്പോൾ രാത്രിയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇത് കാണാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. തിരക്കൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. എന്ന് വെച്ചാൽ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ഒട്ടും തിരക്കില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, അതായത് ലക്ഷ്മി എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും വീഡിയോ അല്ല, അത് ഫോട്ടോയാണ് എടുത്തത്. ഓപ്ഷൻ മാറിപ്പോയി, ഗോപ്രോയിൽ കിടന്ന ഓപ്ഷൻ മാറിപ്പോയി. അതിൽ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഞാൻ വരുന്ന വഴിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടൊക്കെ ആയിട്ടോ. അങ്ങനെ ആനക്കുളത്ത് നിന്ന് നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ പോകുന്ന വഴിക്ക് ലക്ഷ്മി എസ്റ്റേറ്റിനുള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണത്. ഗൈനഗിരി വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിനുള്ളിലാണ് കേട്ടോ ഈ വാട്ടർഫാൾസ് വരുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്, എന്നാലും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വൈബൊക്കെ തരുന്ന സ്ഥലം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളച്ചാട്ടം. വെള്ളം കുറവാണ്. അപ്പം നല്ല വെള്ളമുള്ള ടൈമിലാണ്, മഴ സീസണിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റൊക്കെ വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നേരെ മൂന്നാർ ഗ്യാപ്പ് റോഡിലോട്ടാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതേ ഉള്ളൂ. ഞാൻ ബൈക്കൊക്കെ എടുത്ത് കറങ്ങാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വീട്ടുകാരും കൂട്ടുകാരൊക്കെ ചോദിക്കും, നീ എന്തിനാണ് വെറുതെ പൈസ കളഞ്ഞിട്ട് ഇതുപോലെ കറങ്ങി നടക്കുന്നത്? നിനക്ക് ആ പൈസ സേവ് ചെയ്തൂടെ, അല്ലെങ്കിൽ നിനക്ക് ആ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചുകൂടെയെന്ന്. പക്ഷേ അങ്ങനെയൊക്കെ മേടിച്ച് കഴിച്ചിരുന്നാൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. എൻ്റെ മുന്നിലുള്ളപ്പോഴത്തെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ.